ആള് വന്നവരെ ഇതൊന്ന് കുറിച്ചോണ്ട് എന്തിനാ കാണുന്നേ? ആ എൻ്റെ രചന ചേച്ചി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അതെ, രണ്ടെണ്ണങ്ങൾ നിങ്ങളുടെ വീഡിയോസ് മാത്രമേ കുത്തിരുന്ന് കാണുള്ളൂ. കടന്ന് കണ്ടോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ല. കണ്ടോ? കണ്ടാ? നിങ്ങളുടെ ചാനൽ മാത്രമേ കുത്തിരുന്ന് കാണുള്ളൂ. അതും ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ. പക്ഷേ വോയിസ് എടുത്തിട്ട് അതിനകത്ത് രചന എന്നും പറഞ്ഞ് സെർച്ച് ചെയ്ത് അതിരുന്നേ കാണുള്ളൂ. കണ്ട? ആ, രണ്ട് മാക്കറികളും ഇങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഓടിരിക്കും. എടി, ആ സാധനം ഇത് ഡ്രൈ ചെയ്തിട്ടാണ് അത് മിക്സ് ചെയ്യണേന്ന്. അയ്യോ, എല്ലാം ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവോ അതിനകത്ത്? ആ വെള്ളത്തിലിട്ട് കഴിഞ്ഞാ ടാ. ഞാൻ സൗകര്യം പോലെ ഉണ്ടാക്കി തോന്നുന്നല്ല. ഈ കോലത്തിന് എന്താ കുഴപ്പം? ചോറെന്തോ വേണ്ട. ചോറ് ഞാൻ വൈകുന്നേരം 6 മണിയായപ്പോൾ തിന്നു. എന്തോ ഒരു പോലെ. അപ്പം എന്നത്തെ നൂഡിൽസിന് എടുക്കണം. മതി. ഞാൻ മരുന്നും കഴിക്കാനുള്ളതല്ല. പനിയുടെ മരുന്ന് കഴിക്കണം. ആൻറ്റിബയോട്ടിക്കും ഉണ്ട്. എൻ്റെ മെനകെട്ട പ്രാണിയേ. ഓ, അപ്പം അതും കൂടി ഞാൻ തിന്നേനെ. ചൈനക്കാരനായനെ ഞാൻ. മെനകെട്ട പ്രാണി. തിന്നണ സ്ഥലത്ത് തന്നെ വന്ന് വേണം. തല്ല എന്തി തല പോയിക്കൊണ്ടു പോയിട്ടല്ല. എന്തി എന്തിയെന്നേ പാര്യം പറ. ഇങ്ങനെ കാണിച്ചാ ഞാനുണ്ടോ നോക്കട്ടെ. മറ്റേ സോയാ സോസാണ് കറുത്തത്. സോയ സോസിൻ്റെ ടേസ്റ്റ് കിട്ടാൻ ചൂടി കിട്ടും.
2 പാക്കറ്റും കൂടി ചേർത്ത് അത് 2 ഉണ്ടാവുള്ളൂ. അതെന്താണ് 4 പാക്കറ്റ് കൊടുത്തു? അതല്ല, 2 പാക്കറ്റ് കൊടുത്തോന്നു. 2 പാക്കറ്റിൻ്റെ ഉള്ളിലുണ്ടായ 2 കൊടുത്തോന്ന്. അയ്യേ ഇതല്ല, ചൈന സാധനങ്ങളൊക്കെ സോയാസോസ് ഒഴിച്ചാൽ ടേസ്റ്റ് വരുള്ളൂ. അവരുടെ ടേസ്റ്റ് കിട്ടുന്നെങ്കിൽ ഇന്നത്തെ പരിപാടി എന്താ? ബുക്ക് പൊതിയൽ. 2:30 കഴിഞ്ഞ് അപ്പോഴാണ് ആലോചിച്ച വീഡിയോ എടുക്കാമല്ലോ. ചുമ്മാ രസം അല്ലേ? ഇത് പൊതിനച്ച് വേണം അത് പൊതിയ. അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. കുഞ്ഞി ഇന്നെന്താ ചെയ്യണേ? ഇന്നെന്താ ചെയ്യണ അച്ഛൻ? ആ ബുക്ക് പൊതിയാണ്. ഇത് കുഞ്ഞിതിന്റെ ബുക്കാണ്. അടുത്തതായിട്ട് വന്നാൻ പോണത് ചേച്ചിയുടെ ബുക്കാണ്. ഏതാ ബുക്കാണ്? എന്റെ അതാണ് ബുക്കില്ലേ? ആണാ? കുഞ്ഞിപ്പ എന്താ ചെയ്യണേ? അത് അച്ഛന് പൊതിയാനുള്ള സാധനല്ലേ? അച്ഛാ ഹായ് പറഞ്ഞേ. പണ്ടേ അച്ചാച്ചയുടെ അച്ഛയുടെ ബുക്കൊക്കെ പൊതിഞ്ഞ് തന്നോണ്ടിരുന്നേ. ഇപ്പൊ അച്ഛന് അറിയോ? എന്തറിയാണ്ട് മറന്നു പോയിട്ടൊന്നുമില്ല. എന്നാ ഒരു ദിവസം അച്ചാച്ചനെ കൊണ്ടുവരാറില്ലേ അച്ഛമ്മടൊപ്പം? അച്ചാച്ചന് മടിയാണ് വരാൻ. അച്ചാച്ചന് മടിയാണ് വരാൻ. പണി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? അച്ചാച്ചന് ഉച്ചക്ക് കിടന്നുറങ്ങാല്ലേ ജോലി? ഉച്ചക്കല്ലേ?
ഉച്ചക്കാലത്തെ സമയം കൊണ്ട് ഇവിടെ എത്തും. ആ 5 ആന്റിയുടെ കല്യാണത്തിന് പറ്റും. 5 ആന്റിയുടെ കല്യാണത്തിന് വരും. 5 ആന്റി. അപ്പൊ 5 ചേച്ചിയാ? അത് ചേച്ചി വേറെ. ആന്റി ചേച്ചി ഇന്നാള് വന്നത്. ഇന്നാള് ഇവിടെ വന്നത്. അത് ചേച്ചി. ആ 5 ചേച്ചിയുടെ അമ്മയാണ്. നിങ്ങക്ക് അമ്മായി. ആന്റിനെ കണ്ടല്ലോ. 5 ചേച്ചി അമ്മായിനെ കണ്ടല്ലോ. അമ്മായിനെ കണ്ടേനല്ല. അത് അവിടെ അന്ന് അവിടെ നിന്നിറങ്ങി കിടന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി കൊണ്ട് വീട്ടിൽ സൗമാന്റി. അത് അമ്മൂൻ്റെ തന്നെ. അതല്ല, അത് അച്ഛയുടെ സ്വന്തം പെങ്ങളൊന്നല്ല. അത് വലിയ കല്യാണം കഴിച്ചതല്ല. എന്തുണ്ടോ അമ്മൂന്റെ അച്ഛനില്ലേ, ഞങ്ങള് അങ്ങോട്ട് കൊണ്ടുപോവാനായിട്ട് നിന്നായിരുന്നു. അച്ഛനൊന്നും വന്നില്ല. എന്നിട്ട് കൊണ്ടുവന്നാക്കാൻ ആരുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മൂന്റെ ഒക്കെ അച്ഛൻ വന്നത്. അത് കാരണം അമ്മൂന്റെ അച്ഛൻ്റെ കൂടെ പോയി. എന്നിട്ട് മറ്റേ കൊടയുടെ മിഠായിയും 4 ജ്യൂസും മേടിച്ചു. അവിടെ കൊടയുടെ മിഠായി ഉണ്ട്. പണ്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഒരാൾ ഇരുന്ന് കാണിക്കണണ്ട കോപ്രായം. അച്ഛമ്മ വിളിച്ചിട്ട് എടുത്തില്ല അച്ഛാ. അതുകൊണ്ടാണ് അച്ഛമ്മ കട്ട് ചെയ്തത്. ചിലപ്പോ തിരക്കിലായിരിക്കും. അച്ഛമ്മ തിരക്കിലായിരിക്കും. അച്ഛാ അച്ഛമ്മ തിരക്കിലായിരിക്കും അല്ലേ? ക്യാമറ കൂടി ചെരിച്ചു പിടിച്ചാ ഒന്നും കാണൂല. ക്യാമറ വേണ്ടി ഞാൻ ബുക്കിലേക്ക് നോക്കണേ. കുഞ്ഞാ കുഞ്ഞി മര്യാദക്ക് കാണിക്ക്. അച്ഛാ ആദ്യം നോട്ട്ബുക്ക് ഒതിയണം കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ ഒരെണ്ണം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ എൻ്റെയാ. കമ്പ്യൂട്ടർ ലാബ് ബുക്ക്. കുഞ്ഞിനെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ കൊണ്ടുപോകും. കമ്പ്യൂട്ടർ ലാബിലത്തെ പാസ്വേഡ് അറിഞ്ഞുണ്ടല്ലോ അച്ഛൻ്റെ ഫോണിലത്തെ ഫസ്റ്റത്തേല് പാസ്വേഡ് അടിക്കല്ലേ, അതിൽ ആ പാസ്വേഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് ഒരു കുഞ്ഞു പേപ്പറിലൊന്ന് എഴുതി കൊടുക്കും. കമ്പ്യൂട്ടർ ലാബിൽ പോകുമ്പോ അപ്പൊ അടിക്കാലോ. കമ്പ്യൂട്ടർ ലാബ് പോകുമ്പോ ഇതാണ് പാസ്വേഡ്. ആണ് അതാണ് പി ഒക്കെയാണ് പാസ്വേഡ്. അത് PASSR വാട്ടർ സ്മെല്ലല്ലേ, ഹലോ ഗൈസ്, കുഞ്ഞിന്റെ ഒരു ബുക്കേ ഉള്ളൂ കണ്ടോ, പ്ലേ ബോക്സ്. സംസ്കൃതം ബുക്ക് പൊതിയാണ്. ഞാൻ 3ലേക്കും ചെറുത് 1ലേക്കുമാണ്. ദേ ഇരിക്കണു ഒരു കുരിപ്പ. കുരിപ്പേ കുഞ്ഞി കുരിപ്പേ.
ആ ഇത്രയും ബുക്കുണ്ട്. ഇത് നിൻ്റെ ഇത് കൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ബുക്കാ പൊതിയാൻ ഇത് തികയോന്ന് പറഞ്ഞ സംശയമാണ്. നോക്കട്ടെ. അപ്പം അത് കംപ്ലീറ്റ് ഇതുകൂടി പൊതിഞ്ഞിട്ട് കളാം. ഓക്കെ 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 ആ കറക്റ്റ്. ഇത് ഒന്ന് മാറ്റാം. പാട്ടാടാനറിയോ? വാഴ 2-ലുള്ള പാട്ടാ. വാഴ കണ്ണേ. പൊതിയണത് ഇങ്ങനെയാ. അച്ഛനെ കണ്ട് പഠിക്കണം. ഇനി അവിടെ നിൽക്കണ അച്ഛനെ തല കാണണ്ട. കൈ കണ്ടുണ്ട്. കൈയാണോ? സ്ക്വയർ പോലെ, സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ പോലെ ഇരിപ്പുണ്ട്. അതിന് കുറച്ചായി കട്ട് ചെയ്യാൻ പോവാ. എടാ കട്ട് ചെയ്തു. ഞാൻ കട്ട് ചെയ്തു. കുഞ്ഞിനോ സാധനം വേണം. അങ്ങനെയാ കുഞ്ഞിന്റെ കൂട്ടുകാരത്തി ഗിഫ്റ്റ് കൊടുക്കണ്ട്. ഇതിൽ ഞാൻ പദം വച്ച് വെക്കും. അവർക്ക് ഇഷ്ടമുള്ള അതിന്റെ ഒക്കെ ഈ കുഞ്ഞിതിന്റെ പടം വേസ്റ്റാണ്. വെറുതെ വേസ്റ്റ്. കുഞ്ഞി ആ പെൺകൊച്ചിനൊക്കെ വരക്കണൂടെ. അച്ഛൻ മറ്റേ ഭാഗവും കട്ട് ചെയ്യാണ്. കൊടുക്കടി. ഇനി അത് കുഞ്ഞിന്റെ ബുക്കിന്റെ ഒക്കെയാണ്. ചേച്ചിയുടെ ബുക്കിലത്തെ ഞാൻ എടുക്കുവേ. കുഞ്ഞാ ചേച്ചിയുടെ ബുക്കിലത്തെ ഞാൻ എടുക്കുവേ. അതുപോലത്തെ സാധനം ചേച്ചിയുടെ ബുക്കിലത്തെ എടുക്കും. പക്ഷേ മറ്റേ ടെക്സ്റ്റ് ബുക്കിന്റെ ചേച്ചി എടുത്തോ? ഞാൻ വേണ്ട വേണ്ട. ലോകയുടെ സിനിമയിലത്തെ ലാസ്റ്റത്തെ എപ്പിസോഡ് കാണാൻ പറ്റൂല നമുക്ക്. എന്താന്ന് ഞാൻ ആലോചിക്കണേ. ഇതിങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റണം. ഇത് കാണാൻ എത്ര പേർക്ക് ഓർമ്മ വന്നു കുട്ടിക്കാലം? അതായത് എൻ്റെ കൊച്ചിലേക്ക് അച്ഛനാണ്, എൻ്റെ അച്ഛനാണ് ചെയ്തു തരാറ്. ഇതുപോലൊക്കെ ചെയ്ത് ഫിനിഷായിട്ട് മടക്കി വൃത്തിയാക്കി, അതായത് എനിക്ക് അനിയനും ചെയ്തു തന്നത് അച്ഛനാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കും. ഇത്ര പേർക്കിത് നൊസ്റ്റാൾജിയ അടിച്ചെന്നൊന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. ഇത് മൂത്ത ആളുടെ, ഇത് കുഞ്ഞു പെണ്ണിൻ്റെ. പെണ്ണാകെ 1 2 3 4 5 ബുക്ക്. മൂത്തവർക്ക് 1 2 3 4 5 6 ബുക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നെക്സ്റ്റ് പൊട്ടിക്കണം. അപ്പോൾ അത്
അമ്മയുടെ ഡ്യൂട്ടിയാണ്. അമ്മ കമ്മൻ ഒട്ടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് എൻ്റെ മൂത്ത ആളുടെയാണ് അത് നോട്ട്ബുക്ക് കുറേ ഉണ്ട്. ഇത് ഇനി നെക്സ്റ്റ് ഒട്ടിക്കണം. ഇതൊക്കെ ഷീറ്റ് ഇതാക്കണം. ചില റെസ്റ്റ് നടുവേനെടുത്തിട്ടുള്ള അപ്പോൾ ഇത് കുറച്ചേരം കഴിഞ്ഞ് ചെയ്തിട്ട് അമ്മേനെ വിളിക്കാൻ പോകണം. അമ്മേനെ കൊണ്ടൊക്കെ വിളിക്കാം. 8 ഇറങ്ങുമ്പോൾ കാരണം 11 ടൈമിൽ കയറി 8:15 കുട്ടിക്കോ അങ്ങനെ പോയാൽ മേബി 8 കഴിയും. അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് ഇപ്പം നെക്സ്റ്റ് വീഡിയോ ഈ നോട്ട്ബുക്ക് ഒട്ടിക്കണം, അല്ല പൊതിയണം, നോട്ട്ബുക്ക് പൊതിയണം. വേറെ ഒന്നുമില്ല. പിന്നെ സ്റ്റാപ്ലറിൻ്റെ പിന്ന് തീർന്നു പോയി. പിന്നെ തീർന്നു പിന്നെ ഫിനിഷ് ചെയ്തു. പിന്നെ തീർന്നു. ഇനിയിപ്പോൾ പിന്നെ അവളുടെ കടയിൽ ചെന്നിട്ട് വാങ്ങിയിട്ട് വേണം പിന്നെ വെക്കണേ. പിന്നെ തീർന്നു പോയി. ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇത് പൊതിയിട്ടെ, അത് പൊതിഞ്ഞ് ചേർക്കട്ടെ. ബൂം ബാങ്കിൻ്റെ വീഡിയോ വന്നു. അപ്പോൾ അതൊന്ന് കണ്ടു തീർക്കട്ടെ. അപ്പോൾ ഇച്ചിരി റെസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് പൊതിയാൻ, നോട്ട്ബുക്ക് പൊതിഞ്ഞ് അതും കൂടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ സ്കൂൾ തുറക്കും. നാളെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ബുക്ക് നാളെ കൊണ്ടുപോകണ്ട, നോട്ട്സും കൊണ്ടുപോകണ്ട, റഫ് മാത്രം, റഫ് ബുക്ക് ഒരു ബുക്ക് മാത്രം കൊണ്ടുപോയാൽ പറ്റി തോന്നുന്നു. അപ്പോൾ ഇതും റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞ് പോകാനുള്ള സെറ്റപ്പായി. പിന്നെ മൂത്ത ആൾക്ക് ബാഗ് വാങ്ങിച്ചിട്ടില്ല. ഇളയാൾക്ക് കിട്ടിയിട്ടുണ്ട്, മൂത്ത ആൾക്ക് ബാഗ് വാങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ബൂം ബാങ്കിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, പർച്ചേസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതൊന്ന് കണ്ടു കുറച്ച് റെസ്റ്റ്. ഹലോ, അപ്പോൾ ഇത് തുടങ്ങാം. നോട്ട്ബുക്ക് കൂടി ഉള്ളു പൊരിക്കാനായിട്ട്. പിന്നെ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, കാരണം പനിയായിരുന്നു. പനി, പിന്നെ ജലദോഷം, ചുമ അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. അതായിരുന്നു ഇന്നലെയും ഞാനൊക്കെ ഇട്ട് വർക്കിൻ്റെ കയ്യിലും ഇന്നലെ വർക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇച്ചിരി ടയർഡായിരുന്നു, ഭയങ്കര മടിയൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു തൊണ്ട ശരിയായിട്ടില്ല, തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അപ്പം നിലവിൽ ഇത്ര ഉള്ളൂ. ഇന്നിപ്പോൾ ഡേ മൈനൊക്കെ രാവിലെ എടുക്കാറുണ്ട്. അത് രാവിലെ വേറെ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ്, കാരണം ഒരുപാട് ഗുളികയുണ്ട്. ഇങ്ങനെ ഇത്രയും ഗുളികയുണ്ട്. അത്ര കാഴ്ച കഴിയുമ്പോൾ തന്നെ ആകെ ഔഷധം വെള്ളമടിച്ച പോലെയാണ്. വെള്ളമടിച്ച് കയറിയിരിക്കില്ല, ആ ഒരു സെറ്റപ്പ്. അപ്പോൾ വേറെ ഗുളികയിട്ടുണ്ട്. ഇപ്പോഴും മുണ്ട പോലെയാണ് അത് ക്ലിയറായിട്ടില്ല. അപ്പോൾ അതൊന്ന് തീർക്കട്ടെ. മറ്റോണം പുളി അപ്പോഴേക്കും അമ്മേനെ വിളിക്കാൻ പോകണം. അമ്മാന്ന് ഏകദേശം മീൻസ് എൻ്റെ വൈഫിന് ആളെ വിളിക്കാൻ പോകണം. പുള്ളിയെ പോയി സമയം ഏകദേശം 7:30 ആവണം. അത്രേ ഉള്ളൂ. ഞാനത് തീർക്കട്ടെ. എന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് തന്നെ പിന്നെ ഫുഡ് കഴിക്കണം. അത്രേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ കഴിക്കുള്ളൂ. വേറെ സുഖമില്ല. ഗുളി കഴിക്കുന്നവരുടെ ചൂടിൻ്റെ ആണ് പ്രശ്നം. അപ്പോൾ ഞാനിത് തീർക്കാൻ നോക്കട്ടെ. ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി
ഒരു 3 1 2 3 കൂടിയുണ്ട്. സ്റ്റാപ്ലർ വേണം. സ്റ്റാപ്ലറിൻ്റെ പിന്ന് തീർന്നിരിക്കണം. സ്റ്റാപ്ലറിൻ്റെ പിന്ന് എടുക്കണം. ഇത് നിയർലി 8 o'clock ആവാറായി. ആളെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ സ്കൂട്ടി കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടിയുടെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് കൊണ്ടുപോകണേ. ആ ബൈക്കിൽ ഫോൺ പിടിച്ച് കൊണ്ടുപോയിട്ട് നടക്കില്ല. അപ്പം ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് കാണിക്കാം, കടയിൽ ചെന്നിട്ട്. എനിക്ക് ഇപ്പം എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2 മറ്റേ സ്റ്റാപ്ലറിൻ്റെ പിന്നു വാങ്ങാം. അങ്ങനെ പരിപാടി കിട്ടും. എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അപ്പം അവിടെ പോട്ടെ. സ്റ്റാപ്ലറിൻ്റെ പിന്നെ അപ്പുറത്തൊന്നാണ്. ഇതൊന്നും ചെറുതില്ല. അത് കിട്ടി. എവിടെ അത്താണ്. ആള് വന്നവരെ ഇതന്നെ കുറിച്ചോണ്ടിരിക്കുക. അത് നടക്കുള്ളൂ. ഞാൻ എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച് 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 6 ഇതും കൂടി ഉണ്ട്. പിന്നെ ചെറുതാണ് വെച്ചാൽ പിന്നെ വേഗം ആവും. അപ്പോൾ അതാണ്. അപ്പോൾ അതൊന്നും വേഗം തീർക്കട്ടെ. കാരണം കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യിലെടുക്കില്ല ഒറ്റ കൈയും കൊണ്ട്. അപ്പോൾ അത് തീർത്തിട്ട്